മൈക്കിളിന് മനുഷ്യർക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പോൾ ലിഫ്റ്റിന്റെ ഡോർ ക്ലോസ് ആവാൻ തുടങ്ങിയതും അയാൾ വീണ്ടും അത് ഓപ്പൺ ചെയ്യുന്നു. പക്ഷെ പുറത്ത് ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അയാളുടെ അടുത്ത് നിൽക്കുകയായിരുന്ന ലീസ എന്ന പെണ്ണ് ആരെങ്കിലും അകത്തേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. മൈക്കിൾ അതിന് നീ അത് അറിയാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നു. കൺഫ്യൂസ് ആയ ലീസ ചുറ്റും നോക്കുന്നു. പക്ഷെ അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ അവിടെയുള്ള ഒരു കണ്ണാടിയിൽ ഒരു ഗോസ്റ്റിന്റെ പ്രതിബിംബം കാണുന്നു. കുറച്ചു നാളുകൾക്ക് മുൻപ് മൈക്കിൾ തന്റെ വർക്ക് പ്ലേസിൽ വെച്ചാണ് ലീസയെ മീറ്റ് ചെയ്തത്. അപ്പോഴാണ് അവളുടെ ഉള്ളിൽ ഒരു ഈവിൾ സ്പിരിറ്റ് ഉള്ളത് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് മൈക്കിൾ അവളോട് നിനക്ക് ഇഷ്ടമില്ലാത്തവർ കണ്ടിന്യൂസ് ആയി മരിക്കാൻ പോവുകയാണെന്ന് പറയുന്നു. കാരണം ആഗ്രഹങ്ങൾ സാധിച്ച് വളരുന്ന ഒരു ഈവിൾ സ്പിരിറ്റ് ആണ് അവൾക്കുള്ളിലുള്ളത്. ഓരോ പ്രാവശ്യവും ലീസയ്ക്ക് ഇഷ്ടമില്ലാത്തവരെ കൊല്ലുമ്പോഴും അത് വളർന്നുകൊണ്ടിരിക്കും. അതേസമയം ലീസയ്ക്ക് അയാൾ പറയുന്നതിലൊന്നും വിശ്വാസമില്ലാതെ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. അപ്പോൾ മൈക്കിൾ അവളെ തടഞ്ഞ് നിനക്ക് സംശയമുണ്ടെങ്കിൽ കണ്ണാടിയിൽ നോക്കാൻ പറയുന്നു. പക്ഷെ അവൾ മൈക്കിൾ പറയുന്നതൊന്നും കേൾക്കുന്നില്ല. അതിനുശേഷം കുറച്ചുനാൾ കഴിഞ്ഞ് ലീസയുടെ അമ്മ ഒരു ഓൺലൈൻ സ്കാമിൽ അകപ്പെടുന്നു. അതുകൊണ്ട് അവർ സ്വരുക്കൂട്ടി വെച്ചിരുന്ന കാശെല്ലാം നഷ്ടമായതും അവർ തകർന്നു പോകുന്നു. അതേസമയം ആ ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യുമെങ്കിലും അവൻ വളരെയധികം ഈസിയായി പുറത്തു വരുന്നു. എന്നാൽ വൈകാതെ തന്നെ ഒരു സ്ട്രേഞ്ച് ആയ കാര്യം നടക്കുന്നു. ആ ക്രിമിനലിനെ ആരോ കൺട്രോൾ ചെയ്യുന്നത് പോലെ അവൻ സ്വയം കാശെല്ലാം ഒരു ബിൽഡിംഗിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇടാൻ തുടങ്ങുന്നു. നോക്കുമ്പോൾ അന്ന് രാത്രി തന്നെ പോലീസ് അവരുടെ വീട്ടിലേക്ക് വന്ന് ആ ക്രിമിനൽ ദുരൂഹമായ സാഹചര്യത്തിൽ മരണപ്പെട്ടെന്ന് പറയുന്നു. അതുമാത്രമല്ല ആ സമയത്ത് ലീസ എവിടെയായിരുന്നെന്ന് ചോദിക്കുന്നു. ഉടനെ ലീസയുടെ അമ്മ അവൾ ദിവസം മുഴുവനും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നെന്ന് പറയുന്നു. പോലീസുകാർ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷമാണ് മനസ്സിലാവുന്നത് ആ ക്രിമിനലിന്റെ ബോഡിയിൽ നിന്ന് ലീസയുടെ ഫിംഗർ പ്രിന്റ് കിട്ടിയിരുന്നു. പക്ഷേ CCTV ചെക്ക് ചെയ്യുമ്പോൾ ലീസയുടെ അമ്മ പറഞ്ഞതുപോലെ തന്നെ അവൾ ദിവസം മുഴുവനും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും കൺഫ്യൂസ് ആയിരിക്കുമ്പോൾ പെട്ടെന്ന് അവൾക്ക് മൈക്കിൾ പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നു. അവൾ നടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ യാദൃശ്ചികമായ റോഡ് സൈഡിൽ ഒരു കണ്ണാടി കാണുന്നു. നോക്കുമ്പോൾ ഇപ്പോൾ അവളുടെ ഷാഡോ മൈക്കിൾ കണ്ടതുപോലെ ഭീകരമായിരിക്കുന്നു. പേടിച്ചുപോയ ലീസ തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ണാടിയുടെ ഉള്ളിലുണ്ടായിരുന്ന രൂപം ഈവിളായി ചിരിച്ചുകൊണ്ട് അവളുടെ നേരെ വരുന്നു. അപ്പോഴാണ് അവൾക്ക് മൈക്കിൾ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലാവുന്നത്.